ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നേ നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു കറി നമുക്കുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പിടി തുവരപ്പരിപ്പും ഒരു തക്കാളിയും ഒരു പീച്ചിങ്ങയുടെ പകുതിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ഈ പരിപ്പ് ഒന്ന് കഴുകി തക്കാളിയും കഴുകി കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ചേർത്ത് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർ ഈ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി ഈ പീച്ചിങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് അളവിലുള്ള തേങ്ങയാണ് ചേർക്കുന്നത്. അതിലേക്ക് നമ്മുടെ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതൊന്ന് പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനി ചീനിച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയാണേലും അതങ്ങോട്ട് ചേർത്തിട്ട് കടുക് ഇട്ട് പൊട്ടുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാനൊരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഞാനൊരു 10-12 അല്ലി ചെറിയ ഉള്ളി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതും കനം കുറച്ച് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പീച്ചിങ്ങ കൂടെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഈ പീച്ചിങ്ങ വളരെ പെട്ടെന്ന് വേകുന്നതാണ്. ഒന്ന് ആവി കയറുമ്പോൾ തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. കണ്ടല്ലോ, ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 3/4 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിനധികം എരിവ് ഇല്ലാത്ത കറിയാണ്, അതുകൊണ്ട് ഞാൻ അധികം മുളക് ചേർക്കുന്നില്ല. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പും തക്കാളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് അതിലേക്ക് ആ വെള്ളം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കാം. ഇത് അധികം ലൂസാവേണ്ട, ഒന്ന് കുറുകിയിരിക്കുന്ന കറിയാണ് ഇത് കേട്ടോ. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ഇതിനകത്ത് ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അവിടെ അടച്ച് വെച്ചിട്ട് നമുക്ക് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം കണ്ടോ, ഇതേപോലെ തിളച്ച് വരണം. ഈ ഒരു രീതിയിൽ വേണം ആ കറി ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണേ.